Good morning all. നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ സെക്കൻഡ് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരുന്നു. അവിടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പോൾ അതിൽ എഫ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, പി എന്ന് പറയുന്നത് ലീനിയർ മൂവ്മെന്റമാണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പൊ അവിടെ നമ്മൾ പറയുന്ന ഇതാണ്, ഈ എഫ് ഈസ് ഈക്വൽ ടു 0. വി ആർ ഡിസ്കസിങ് ഓൺലി വിത്ത് എക്സ്റ്റേണൽ ഫോഴ്സ്, നോട്ട് ഇന്റേണൽ ഫോഴ്സ്. ഇപ്പൊ എഫ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. നിങ്ങൾ ഡിഫറൻഷിയേഷൻ അടുത്ത വർഷമേ മാത്തമാറ്റിക്സിൽ പഠിക്കത്തുള്ളൂ. പക്ഷെ ഈ വർഷം മുതൽ നമ്മൾ ഫിസിക്സിൽ അത് ആവശ്യമായിട്ട് വരും. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് 0 വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം കോൺസ്റ്റന്റ്? പി ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ therefore പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? എ കോൺസ്റ്റന്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ പ്രൂഫ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. പ്രൂഫ് ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ. തേർഡ് ലോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബോഡീസ് എടുത്തിരിക്കുകയാണ്. നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് 2 ബോഡീസ് നമ്മൾ എടുത്തിരിക്കുകയാണ്, M1 ആൻഡ് M2. അതായത് 2 കണ്ടീഷൻ കൂടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും. ഇപ്പൊ ബിഫോർ കൊളീഷൻ M1 ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി u1, M2 ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി u2 ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് u1 ഗ്രേറ്റർ ദാൻ u2, മീൻസ് M1ന്റെ വെലോസിറ്റി M2നേക്കാൾ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബോഡി ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യും. ഇനി ആഫ്റ്റർ കൊളീഷൻ M1 ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v1 ആൻഡ് M2 ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി u2. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഫോഴ്സ് എക്സർട്ടഡ് ബൈ M1 ഓൺ M2. അപ്പോൾ ഫോഴ്സ് ഓൺ M2 by M1 F1 എന്ന് കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, M2 A2. അതായത് ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് മൂലം രണ്ടാമത്തെ ബോഡിയിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പോലെ A2ന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇപ്പോൾ ഉള്ള വെലോസിറ്റി v2 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി u2 ആണ്, ഡിവൈഡഡ് ബൈ t, ആൻഡ് ടൈം ഓഫ് കൊളീഷൻ ആണ് t. ഇനി അതുപോലെ തന്നെ ഫോഴ്സ് ഓൺ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം M2 M1 ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് ഓൺ M1 ബൈ M2. അപ്പൊ നമുക്ക് F2 എന്ന് എഴുതാം, M1 A1. ആ ഫോഴ്സ് ഒന്നാമത്തെ ബോഡിയുടെ മൂവ്മെന്റത്തിനാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, M1 ഇൻറ്റു V1 മൈനസ് U1 ഡിവൈഡഡ് ബൈ T. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ന്യൂട്ടന്റെ തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അല്ലെങ്കിൽ ഫോർ എവറി ഫോഴ്സ് there is an equal and opposite another force. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? F1 ഈസ് ഈക്വൽ ടു മൈനസ് F2 എന്ന് എഴുതാം. ഇപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത് F1 ഈസ് ഈക്വൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ F1ന്റെ സ്ഥാനത്ത് ഇത് എഴുതാം, M2 ഇൻറ്റു V2 മൈനസ് U2 divided by T is equal to M1 into minus കൊടുക്കണേ M1 into
v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ t. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. നല്ലോണം ഒന്ന് എഴുതി പഠിക്കണം. ഇതങ്ങനെ തന്നെ എഴുതാം. ഈ ടി രണ്ടിടത്തും ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. ഇതകത്തേക്ക് എടുക്കുക. നമുക്ക് ഇങ്ങനെ എഴുതാം m2 v2 മൈനസ് m2 u2 സീക്കൽ ടു. ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് m1 v1. ഈ മൈനസിന് ഈ മൈനസ് വെച്ച് ഗുണിക്കുമ്പോൾ പ്ലസ് ആവും, പ്ലസ് m1 u1. ഇനി ശ്രദ്ധിക്കുക, ഈ m1 v1 ഉണ്ട്, m1 u1 ഉണ്ട്, ഇവിടെ മൈനസ് m2 u2 ഉണ്ട്. അത് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അത് ഞാൻ ആദ്യം എഴുതാൻ പോവുകയാണ്. m1 u1 പ്ലസ് m2 u2 ഇപ്പുറത്തേക്ക് എടുത്തു. ഈ മൈനസ് m1 v1 ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കാൻ പോവാം. അപ്പൊ പ്ലസ് ആയിട്ട് മാറും. m1 v1 പ്ലസ് m2 v2. ഇതിപ്പോ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ? ലീനിയർ മൊമെന്റം u1 u2 എന്നുള്ള ബിഫോർ കൊളീഷൻ ആണ്. അപ്പൊ ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ equal to linear momentum after collision. അപ്പോൾ നമുക്ക് പ്രൂഫായി. അപ്പോൾ ടോട്ടൽ സം എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് കുറയും, പക്ഷെ സം എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 50 പ്ലസ് 30, അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 60 എഴുതാമല്ലോ. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് കുറയും, പക്ഷെ സം എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ റിവിഷൻ ക്ലാസ് വരുമ്പോൾ ഒന്നുകൂടെ ഇതെല്ലാം ഡിസ്കഷൻ നടത്തി പോകുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് കേസിൽ, ഇനി ബാക്കിയുള്ള യൂണിറ്റിലൊക്കെ ഇത് നമുക്ക് പിന്നീട് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് റീകോയിൽ ഓഫ് എ ഗൺ ആണ്. അല്ലാതെ ഒരുപാട് കേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോട്ടിൽ നിന്ന് നമ്മൾ കരയിലോട്ട് ചാടിയെന്നിരിക്കട്ടെ. ഒരു ബോട്ടിൽ നിന്ന് കരയിലോട്ട് ചാടിക്കഴിഞ്ഞാൽ ആ ബോട്ട് ബാക്കിലോട്ട് നീങ്ങും അല്ലേ? അതും കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന റീകോയിൽ ഓഫ് എ ഗൺ ആണ്. റീകോയിൽ ഉദ്ദേശിക്കുന്നത് ബാക്ക്വേർഡ് മോഷൻ ഓഫ് ദ ഗൺ ആണ് അറ്റ് ദ ടൈം ഓഫ് ഫയറിംഗ്. നമ്മൾ വെടിവെക്കുമ്പോൾ ഗണ്ണ് പുറകിലോട്ട് നീങ്ങും. ആ ഗണ്ണ് പുറകിലോട്ട് നീങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ് റീകോയിൽ ഓഫ് ദ ഗൺ. ക്ലിയർ ആവുന്നുണ്ടോ? ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേര് റീകോയിൽ വെലോസിറ്റി എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ബിഫോർ ഫയറിംഗ് എടുക്കാം, ബിഫോർ ഫയറിംഗ്, ആഫ്റ്റർ ഫയറിംഗ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം വരച്ചാൽ മതി. ബിഫോർ ഫയറിംഗ് ഗണ്ണും അതുപോലെ തന്നെ ബുള്ളറ്റ്, ഇതിനകത്ത് ബുള്ളറ്റ് ഉണ്ടാവും. ബോത്ത് ആർ അറ്റ് റെസ്റ്റ് ആണ്. ഇനി ആഫ്റ്റർ ഫയറിംഗ് നടക്കുമ്പോൾ ഈ ഗണ്ണ് മൂവ്സ് ബാക്ക്വേർഡ് ആണ്. ബുള്ളറ്റിന്റെ മാസ് m ആന്നിരിക്കട്ടെ.
വെലോസിറ്റി v ആണ്, ഗണ്ണിന്റെ മാസ് m ആണ്, അതിന്റെ വെലോസിറ്റി v. അത് നമുക്കൊന്ന് വരച്ച് ഇങ്ങനെ കാണിക്കാം. ഇത് ആഫ്റ്റർ ഫയറിംഗ് ആണ്, ഇത് ബിഫോർ ഫയറിംഗ് ആണ്. അപ്പൊ ഇത് നമുക്ക് വേർഡിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ പടം ഒന്ന് വരച്ചിട്ടാലും നിങ്ങൾക്ക് മതി. അപ്പോ നമുക്ക് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്ന, ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ, ബിഫോർ ഫയറിംഗ് അല്ലെ. ലീനിയർ മൊമെന്റം before firing is equal to linear momentum after firing. ഇപ്പോൾ ലീനിയർ മൊമെന്റം ബിഫോർ ഫയറിംഗ് ബോത്ത് ആർ അറ്റ് റെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ. അപ്പോ ലീനിയർ മൊമെന്റം ബിഫോർ ഫയറിംഗ് എത്ര എഴുതാം, 0 എഴുതാം അല്ലെ, 0 എഴുതാം. ഇനി ആഫ്റ്റർ ഫയറിംഗ് ബുള്ളറ്റിന്റെ മാസ് m ആണ്, അതിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ v ആണ്. ഇപ്പൊ v വെക്ടർ എന്ന് കൊടുക്കാം, പ്ലസ് ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ m ആണ്, അതിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ v ആണ്, ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഇപ്പൊ ഈ ഇത് പോസിറ്റീവ് ആണ്, ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, m ഇൻറ്റു v വെക്ടർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ m ഇൻറ്റു v വെക്ടർ. So v വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് m v വെക്ടർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ആ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്? അതെന്താ കാണിക്കുന്ന? ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗൺ എങ്ങോട്ടാ പോകുന്ന, ബാക്കിലോട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് നമ്മൾ ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ബോട്ടിൽ ഒരു പായ്ക്കപ്പൽ എന്ന് പറയും, മീൻസ് സെയിൽ ബോട്ടില് ഇവിടെ ഒരു ഫാൻ വെച്ചിരിക്കുകയാണ്. അൾമൊറാഡിന്റെ വലിയ സ്ട്രെങ്ത് ഉള്ള ഫാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫാനിന്റെ കാറ്റ് ഈ സെയിലിൽ അടിച്ചിട്ട് ആ ബോട്ടിനെ നീക്കാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നീക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഫാനിന്റെ കാറ്റ് ഇവിടെയാണ് അടിക്കുന്നത്. നേരെ മറിച്ച് ഈ പായ്ക്കപ്പലിന്റെ ഇത് ഇല്ലായിരുന്നെങ്കിൽ ഈ ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ച് ഇതെന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ ടോട്ടൽ മൂവ്മെന്റ് എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. നേരെ മറിച്ച് ആ പ്രൊപ്പല്ലർ അല്ലെങ്കിൽ പായ്ക്കപ്പലിനെ ആ പായ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകും. വെൻ യു ജമ്പ് ഔട്ട് ഓഫ് എ ബോട്ട്, ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. അതൊക്കെ ഇൻ എക്സാമ്പിൾ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങൾക്ക് ഞാൻ സൊല്യൂഷനൊക്കെ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മൈനസ് സൈൻ എന്താണെന്ന് ചോദിക്കും. മൈനസ് സൈൻ എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗൺ ഈസ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദ ഗൺ. ഓക്കെ, ഇതാണ് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് കിടക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസ് ആൻഡ് വെയിറ്റ്. ഇപ്പൊ മാസ് എന്താണ് നമ്മൾക്കറിയാം. ദ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് മാറ്റർ ആൻഡ് ആന്റി മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ ഉണ്ടെങ്കിൽ സംവെയർ ഇൻ ദ കോർണർ ഓഫ് ദ യൂണിവേഴ്സ് ആന്റി മാറ്റർ ഉണ്ട്. അപ്പൊ എന്താണ് ഈ മാസ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാസ് എന്നുള്ളത്. അപ്പോൾ ആ മാസ് അതെപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഇനി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഗ്രാവിറ്റേഷൻ മൂലം ആ വസ്തുവിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് വെയിറ്റ് എന്നുള്ളത്. ഇപ്പൊ ഗ്രാവിറ്റി, നമ്മൾ ഗ്രാവിറ്റേഷൻ രണ്ട് ടേം ഉണ്ട്. ഗ്രാവിറ്റി ഇസ് എ ഫോഴ്സ് ഓൺ എ ബോഡി ബൈ ദ എർത്ത് ആണ്. ഗ്രാവിറ്റേഷൻ ജനറൽ ആയിട്ടുള്ള ടേം ആണ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോ ഒരു വസ്തുവിന്റെ മാസ് സിമ്പല് എം ആണെന്നിരിക്കട്ടെ, അത് എർത്തിന്റെ സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ താഴോട്ട് എർത്ത് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നതിന്റെ വെയിറ്റ് എന്നാണ്. ഇപ്പൊ വെയിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്നത് എം ഇൻറ്റു ജി എന്നാണ്. ഇപ്പൊ ജിയുടെ വാല്യൂ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. പോൾസിൽ അയച്ചു കഴിഞ്ഞാൽ നിയർലി അബൌട്ട് 10 ആണ്. മുകളിലോട്ട് പോയാലും ജിയുടെ വാല്യൂ കുറയും. എർത്തിന്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോയാലും ജിയുടെ വാല്യൂ കുറയും. എന്നർത്ഥം എന്ന് വെച്ചാൽ വെയിറ്റിന്റെ വാല്യൂ സ്ഥിരമല്ല, കോൺസ്റ്റന്റ് അല്ല. അത് സ്ഥലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാസ് എന്ന് പറഞ്ഞ ടേം അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, എർത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ വെയിറ്റ് എത്രയായിരിക്കും? അതിന്റെ വെയിറ്റ് 0 ആയിരിക്കും. സെന്ററിൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. എർത്തിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വളരെ വലിയ സ്പേഷ്യസ് ഉള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയുള്ള ഒരു സ്പേസ് ഷട്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുള്ളത്. ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തും വെയിറ്റ് 0 ആയിരിക്കും. ഇനി ഒരു ആള് മൂണിൽ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് എർത്തിലുണ്ടാവുന്ന വെയിറ്റിന്റെ 4/1 ഉണ്ടാകത്തുള്ളൂ. വെയിറ്റ് അവിടെ കുറയും. അങ്ങനെ സ്ഥലം അനുസരിച്ച് ഇപ്പൊ ഒരാള് ജൂപ്പിറ്ററിലാണ് ചെല്ലെങ്കിൽ അവിടെ ജിയുടെ വാല്യൂ 60 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇപ്പൊ വെയിറ്റ് ഒരുപാട് കൂടും. ഇനി സണ്ണിലാണ് ചെല്ലുന്നെങ്കിൽ സണ്ണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 272 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 272 ഇൻറ്റു നമ്മുടെ മാസ് വരും. ഹ്യൂജ് മാസ് ആയിരിക്കും അല്ലേ? അപ്പോ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ മാസ് റിമൈനിങ് വാട്ട് കോൺസ്റ്റന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതാണ് മാസും വെയിറ്റും തമ്മിലുള്ള എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ബോഡിയാണ് മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ബോഡി ഡ്യൂ ടു എ ഹെവൻലി ബോഡി. ഹെവൻലി ബോഡി വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് പറയുന്നത്. സാധാരണ ഇപ്പൊ നിങ്ങളുടെ തൊട്ടിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന പേന, ഡെസ്ക്, ബെഞ്ച് ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വെയിറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ മൂലം ആ വസ്തുവിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കുറവായിരിക്കും. ഇപ്പൊ വെയിറ്റ് പറയുമ്പോൾ എപ്പോഴും ഒരു ഹെവൻലി ബോഡി വെച്ചിട്ടാണ് വെയിറ്റ് പറയുന്നത്. ഇപ്പൊ എർത്ത് പറയാം, മൂൺ പറയാം, സൺ പറയാം, ജൂപ്പിറ്റർ പറയാം. അങ്ങനെയുള്ള ഹെവൻലി ബോഡി വെച്ചിട്ടാണ് വെയിറ്റ് പറയുന്നത്. So these are the difference between mass and weight. Next, inertial mass. Inertial mass and gravitational mass. Inertial mass and gravitational mass. നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറയാന്നുണ്ടെങ്കിൽ ബോത്ത് ആർ സെയിം ആണ്. പക്ഷേ ഇവിടെ നമ്മളൊരു വസ്തുവിനെ, ഡെസ്കിന്റെ മേളിൽ ഇരിക്കുന്ന വസ്തുവിനെ നമ്മളൊന്ന് ബലം ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി. ആ ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് ആക്സലറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എഴുതുന്ന ഫോർമുല എന്താ? എം ഇൻറ്റു എ എന്ന് എഴുതാം അല്ലെ? ആ എമ്മിന് നമുക്ക് ഐ എന്ന് കൊടുക്കാം. കാരണം ആ വസ്തുവിന് ഇപ്പൊ ഡസ്റ്റർ അല്ലെങ്കിൽ പേന നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ പേനയെ നിങ്ങൾ തൊട്ടില്ലെങ്കിൽ നാളെയും അവിടെ ഇരിക്കും, മറ്റന്നാളും ഇരിക്കും, ഇനി 1 വർഷം കഴിഞ്ഞ് നോക്കിയാലും അവിടെ തന്നെ ഇരിക്കും അല്ലെ?
അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറഞ്ഞത്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ അങ്ങനെ അതിനൊരു ബലം പ്രയോഗിച്ചപ്പോൾ മുന്നോട്ട് നീങ്ങി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എം ഐ എ എന്ന് നമുക്ക് എഴുതാം. ആ എം ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഫോഴ്സ് ടു ദ ആക്സലറേഷൻ, റേഷ്യോ ഓഫ് ഫോഴ്സ് ടു ദ ആക്സലറേഷൻ ഈസ് കാൾഡ് ഇനേർഷ്യൽ മാസ്. ഇനേർഷ്യ മൂലമുള്ള മാസിനെയാണ് നമ്മൾ ഇനേർഷ്യൽ മാസ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു വസ്തുവിന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് എർത്തിന്റെ സർഫസിൽ ഇരിക്കുകയാണ്. എർത്തിന്റെ സർഫസിൽ എം എന്ന് പറഞ്ഞ ബോഡി ഇരിക്കുകയാണ്. ആ ബോഡീനെ എർത്ത് അതിന്റെ സെന്ററിലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഫോഴ്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എം ജി ഇൻറ്റു എ എന്ന് എഴുതാം. എം ജി ഇൻറ്റു ജി. അപ്പോൾ ആ മാസ് നമ്മൾ വിളിക്കുന്നത് ഗ്രാവിറ്റേഷണൽ മാസ് എന്നാണ്. അപ്പൊ എം ജി ഇസ് ഈക്വൽ ടു എഫ് ബൈ ജി. മാത്തമാറ്റിക്കലി ബോത്ത് ആർ സെയിം. അതായത് ന്യൂമറിക്കലി എം ഐ ഇസ് ഈക്വൽ ടു വാട്ട്? എം ജി. അപ്പൊ ദ മാസ് വിച്ച് പ്രൊഡ്യൂസസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് വിളിക്കാം. The mass which produces linear acceleration on a body is called inertial mass. Numerically both are same. Clear ആയല്ലോ? ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കേസിലോട്ട് പോവുകയാണ്. അത് നിങ്ങൾക്കത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായപ്പോഴും അപ്പാരന്റ് weight of a man in an elevator or lift. ഇത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങൾ പലരും ജയന്റ് വീലിൽ കയറി കാണും. സർക്കസിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിബിഷൻ പ്ലേസിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഒരു തൊട്ടി ഇങ്ങനെ കിടപ്പുണ്ടാവും. ഇതിനെ മോട്ടോർ ഉപയോഗിച്ച് കറക്കിക്കൊണ്ടിരിക്കും. ജയന്റ് വീലില് നിങ്ങൾ കയറി ആ മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അത് വളരെ സ്ലോ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ വീഗാലാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ കറങ്ങുന്ന മറ്റു പല പല ട്രെയിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മുകളിൽ നിന്ന് വന്ന് പിന്നെ പേലോട്ട് കയറി പോകുന്ന ട്രെയിനൊക്കെ ഉണ്ട്. ഒരുപാട് റൈഡ്സ് നമുക്ക് ലോകമെമ്പാടും അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് പറയാണ്, മിക്കവാറും കുട്ടികൾക്ക് ഇത് എക്സ്പീരിയൻസ് കാണും. ഇതിനെ വിളിക്കുന്നത് ജയന്റ് വീൽ എന്നാണ്. ആ ജയന്റ് വീലിൽ മുകളിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇത് താഴോട്ട് വരുമ്പോൾ എന്തോ ഒരു കുളിര് മേലോട്ട് കയറി വരും അല്ലേ? അത് നിങ്ങൾക്ക് എന്തോ ഒക്കെ അസ്വസ്ഥത ഉണ്ടാകും. നിങ്ങൾ ചില കുട്ടികൾ നിലവിളിക്കും അല്ലേ? അപ്പൊ ആ നിലവിളിക്കുന്നതിന് കാരണമാണ് നമ്മൾ പറയാൻ പോണത്. നിങ്ങൾക്ക് തോന്നലാണ്. അതിനാണ് തോന്നൽ മീൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു കാര്യമല്ല. പക്ഷെ ഇതിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് പറയുന്നത് അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ മാൻ ഇൻ ആൻ എലിവേറ്റർ ഓർ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ കയറി നമ്മൾ മേലോട്ട് പോകുമ്പോൾ എന്തോ ഒരു പിടുത്തം നമുക്ക് അനുഭവപ്പെടും. ലിഫ്റ്റ് എന്തായാലും വളരെ സ്പീഡിലൊന്നും അല്ല പോകുന്നത്, ചെറിയ സ്പീഡിലാണ്. താഴോട്ട് പോകുമ്പോൾ എന്തോ ലിഫ്റ്റ് സ്പീഡ് കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ ജയന്റ് വീലാകുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യും. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്താൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിഫ്റ്റിന്റെ ചെറിയൊരു സ്ട്രക്ചർ നമ്മളിവിടെ വരക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, നമുക്ക് വരക്കാം. ഇവിടെ ഒരാള് നിൽക്കുന്നതായിട്ട് കൊടുക്കാം. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അയാൾ നിൽക്കുന്നത് ഒരു വെയിങ് മെഷീന്റെ മുകളിലാണ് നിൽക്കട്ടെ. ഈ സ്റ്റാൻഡിങ് ഓൺ എ വെയിങ് മെഷീൻ. അയാൾ വെയിറ്റ് അളക്കുന്ന ഒരു ഉപകരണത്തിന്റെ മുകളിലാണ് അയാൾ നിൽക്കുന്നത്. അയാളുടെ വെയിറ്റ് നമ്മൾ എത്ര എഴുതുന്ന? വെയിറ്റ് ഈസ് ഈക്വൽ ടു mg.
ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഈ എലിവേറ്ററിന്റെ ഫ്ലോറ് അയാൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആർ ഈസ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് എം ജി ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇപ്പൊ എലിവേറ്റർ ഈസ് കണക്റ്റഡ് ബൈ എ റോപ്പ് ആണ്, അത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ആദ്യത്തെ കേസ് ശ്രദ്ധിക്കുക. ദ എലിവേറ്റർ ഈസ് അറ്റ് റെസ്റ്റ്. ആദ്യത്തെ കേസ് എലിവേറ്റർ ഈസ് അറ്റ് റെസ്റ്റ് or in uniform motion. Elevator is at rest or in uniform motion. Clear ആയിട്ടോ? നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണ? അയാൾക്കുണ്ടാവുന്ന അപ്പാരന്റ് വെയിറ്റ്. ഇത് ആക്ച്വൽ വെയിറ്റ് വ്യത്യാസമല്ല, ഈ മോഷൻ മൂലം ഉണ്ടാകുന്ന വെയിറ്റ് വ്യത്യാസമാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. ദ ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ. നിങ്ങൾക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ കേസിൽ യൂണിഫോമിലാണ് ഒരു ബോഡി നീങ്ങണമെങ്കിൽ അതിന്റെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആർ ഈസ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ എന്നും എം ജി ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ മൈനസ് എം ജി. നെറ്റ് വെയിറ്റ് എത്രയെന്നാ പറഞ്ഞ 0. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എം ജി. എം ജി എന്ന് ഉദ്ദേശിക്കുന്ന അയാളുടെ കറക്റ്റ് വെയിറ്റ് ആണ്. അപ്പൊ വെയിങ് മെഷീൻ്റെ അകത്ത് കാണിക്കാൻ പോണത് ഹിസ് ആക്ച്വൽ വെയിറ്റ് ആണ്. ക്ലിയർ ആയോ? ഹിസ് ആക്ച്വൽ വെയിറ്റ്. ആക്ച്വൽ വെയിറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കേസ് ബി. The elevator is going up with uniform acceleration. Acceleration A. Going up with uniform acceleration ആണ്. Going up ആണെങ്കിൽ R is greater than mg. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R മൈനസ് mg is equal to going up with an acceleration A ആണ്. അപ്പോ ഈ മൈനസ് റൈറ്റിലോട്ട് എടുക്കാം. R is equal to mg plus ma. ഇതിൽ m കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, m ഇൻറ്റു ജി പ്ലസ് എ. അപ്പൊ ആക്ച്വൽ വെയിറ്റ് ആണ് mg. അതിന്റെ കൂടെ ഏതുകൂടെ വന്നിട്ടുണ്ട്? ആ എം എ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ വെയിറ്റിനേക്കാൾ ഇതുകൂടെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് യഥാർത്ഥ വെയിറ്റിനേക്കാൾ കൂടുതൽ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വെയിങ് മെഷീൻ്റെ അകത്ത് അയാളുടെ ആക്ച്വൽ വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് കാണിക്കും. അത് ലിഫ്റ്റിൽ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വെയിങ് മെഷീൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ലിഫ്റ്റ് മേലോട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് കൂടുതൽ വെയിറ്റ് കാണിക്കുന്നത്. മാസ് മാറ്റമില്ല കേട്ടോ, കൂടുതൽ വെയിറ്റ് കാണിക്കും. ഇനി സി എടുക്കുക. സി, ദ എലിവേറ്റർ ഈസ് ഗോയിങ് ഡൗൺ വിത്ത് യൂണിഫോം ആക്സലറേഷൻ എ. ഇപ്പൊ ആ എലിവേറ്റർ താഴോട്ടാണ് പോകാൻ പോണത്. അപ്പൊ ഏതാണ് താഴോട്ടാണ് കൂടണമെങ്കിൽ എം ജി ഗ്രേറ്റർ ദാൻ ആർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ജി മൈനസ് ആർ ഈസ് ഈക്വൽ ടു എം എ. ഈ ആറ് റൈറ്റിലോട്ട് കൊണ്ടുപോവുക, അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് വരും. ഈ എം എ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക, അപ്പൊ എം ജി മൈനസ് എം എ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇൻറ്റു ജി മൈനസ് എ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ വെയിറ്റ് കുറവായിരിക്കും വെയിങ് മെഷീൻ കാണിക്കാൻ പോണത്. യഥാർത്ഥ വെയിറ്റിനേക്കാൾ കുറവായിരിക്കും ആ വെയിങ് മെഷീൻ കാണിക്കാൻ പോണത്. ക്ലിയർ ആയല്ലോ?
അപ്പോൾ മുകളിലോട്ടാണ് പോണെങ്കിൽ കൂടുതൽ വെയിറ്റ് കാണിക്കും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് ജയന്റ് വീല് കയറുമ്പോൾ നിങ്ങൾ എന്തൊരു കുളിര് കയറിപ്പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മീൻസ് അതാണ് നിങ്ങളുടെ വെയിറ്റ് കുറവ്. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു ലിഫ്റ്റിൽ വെയിങ് മെഷീന്റെ മുകളിൽ കയറി നിന്നുണ്ട് ലിഫ്റ്റ് താഴോട്ട് പോകുമ്പോൾ വെയിങ് മെഷീൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് യഥാർത്ഥ വെയിറ്റിനേക്കാൾ കുറവായിരിക്കും അത് കാണിക്കാൻ പോകുന്നത്. അതായത് വെയിങ് മെഷീൻ റെസ്റ്റിലിരിക്കുമ്പോൾ കാണുന്നതിനേക്കാളും കുറവ് വെയിറ്റ് ആയിരിക്കും ലിഫ്റ്റ് താഴോട്ട് പോകുമ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇനി ഡി, the elevator is falling down freely, എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ റോപ്പ് കട്ട് ചെയ്ത് പോയെന്നിരിക്കട്ടെ, എന്തോ ഒരു ആക്സിഡന്റ് പറ്റി, ആ റോപ്പ് അവിടെ കട്ട് ചെയ്ത് പോയി. നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ കെട്ടിവെക്കണം. കെട്ടിവെച്ചില്ലെങ്കിൽ നിങ്ങൾ ആള് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉണ്ടാകത്തില്ല, ആള് ഡെഡായി പോകും. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കട്ട് ചെയ്ത് വെച്ചു, കട്ട് ചെയ്ത് ആക്സിഡന്റ് ആയിട്ട് കട്ടായി പോയി. അപ്പൊ എലിവേറ്റർ ഈസ് ഫാളിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സലറേഷൻ എത്രയായിരിക്കും? എല്ലാ ഫാളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ജി തന്നെ ആയിരിക്കും. എല്ലാ ഫാളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ജി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എത്ര തന്നെ? എം ഇൻറ്റു ജി. ഈ ആറ് റൈറ്റിലോട്ട് എടുക്കുക, ഇത് ലെഫ്റ്റിലോട്ട് എടുക്കുക. അപ്പൊ നോക്കുക, എം ജി മൈനസ് എം ജി, എം ജി മൈനസ് എം ജി എത്രയായിരിക്കും? 0. ഇതിനെയാണ് നമ്മൾ വെയിറ്റ് ലെസ്നെസ് എന്ന് പറയുന്നത്. വെയിറ്റ് ലെസ്നെസ് അതായത് വെയിറ്റ് ഫീൽ ചെയ്തില്ല. ഇത് ഈ വിമാനങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എയർ ടർബ്യൂലൻസ് എന്നാണ്. ആകാശ ചുഴി എന്ന് മലയാളത്തിൽ പറയും. എയർ ടർബ്യൂലൻസ് നിങ്ങൾ കേട്ട് കാണും. സീറ്റ് ബെൽറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ലാൻഡിങ്ങിന്റെ സമയത്തും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് എപ്പോഴും ഇടണമെന്നാണ് പറയുന്നത്. പക്ഷെ മസ്റ്റ് ആയിട്ട് ലാൻഡിങ്ങിന്റെ സമയത്ത് ഇടണം. ഇനി അല്ലാത്ത കേസിൽ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. വിമാനം പോകുന്ന വഴിക്ക് പ്രഷറിനുണ്ടാകുന്ന വ്യത്യാസം മൂലം വിമാനം പെട്ടെന്ന് താഴോട്ട് പോകും. അതിനെയാണ് നമ്മൾ എയർ ടർബ്യൂലൻസ് അല്ലെങ്കിൽ ആകാശ ചുഴി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് താഴോട്ട് പോകുമ്പോൾ അയാള് വെയിറ്റ് എത്രയായി പോകും? 0 ആയി പോകും. അയാള് വെയിറ്റ് 0 ആയി പോകുന്നതുകൊണ്ട് അയാള് സീറ്റിനൊപ്പം താഴോട്ട് പോകത്തില്ല. സീറ്റൊക്കെ താഴോട്ട് പോകും, പക്ഷെ അയാൾ എയറിൽ തന്നെ നിൽക്കും. എയറിൽ തന്നെ നിൽക്കുന്നുണ്ട്. ദോഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വിമാനം താഴോട്ട് പോയില്ലേ? വിമാനം താഴോട്ട് പോകുമ്പോൾ വിമാനത്തിന്റെ ടോപ്പ് തലയിൽ വന്ന് ഇടിക്കും. ഇപ്പോൾ ഹ്യൂജ് വെയിറ്റ് ഉള്ള വിമാനം തലയിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തലച്ചോറൊക്കെ തെറിച്ചു പോകും. അത്രക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒന്ന് മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എയർ ടർബ്യൂലൻസ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ എടുത്തു കൊടുക്കുക. എയർ ടർബ്യൂലൻസ്, ആകാശ ചുഴി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലൊന്നും കിട്ടത്തില്ല. പക്ഷെ എയർ ടർബ്യൂലൻസ് എന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ്. ഒരു സർജറി നടത്തിയിട്ടുണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരാൻ വേണ്ടിയിട്ടാണ് 0 ഗ്രാവിറ്റിയിൽ ഒരു സർജറി നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും. ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കിപ്പോൾ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അപ്പാരന്റ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം 3ാമത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷൻ നടത്തി പോകാം. നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. എഴുതി തീരാനുള്ളവർ എഴുതി തീർക്കുക. നമ്മൾ വളരെ സാവകാശമാണ് പോകുന്നത്. ഫോക്കസ് പോയിന്റ് എന്നും പറഞ്ഞ് മിക്കവാറും നിങ്ങൾക്ക് ഇന്ന പോർഷൻസ് പഠിച്ചാൽ മാത്രം മതി എന്ന് വരും. അത്
വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾക്ക് തരാം. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതനുസരിച്ച് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ ഇച്ചിരൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും വരുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.